നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് രാജ്യത്തിൻ്റെ ശത്രുക്കൾ പുറത്തുള്ളതുപോലെ തന്നെ അകത്തുണ്ടെന്നും തെളിഞ്ഞത്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ പിടിയിലായത് 11ഓളം പാക് ചാരന്മാരാണ്. ട്രാവൽ വ്ളോഗർ ജ്യോതി മൽഹോത്രയാണ് അറസ്റ്റിലായവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അറസ്റ്റിലായ മറ്റു പ്രതികളിൽ വിദ്യാർത്ഥികളും സുരക്ഷാ ഗാർഡും ആപ്പ് ഡെവലപ്പറും അടക്കമുള്ളവരും ഉൾപ്പെടുന്നുണ്ട്. ജ്യോതിയെ കൂടാതെ ഇവർക്കൊപ്പം രവീന്ദ്ര സിംഗ് ദിലോൺ, പാലക് മസീഖ്, സുരജ് മസീഖ്, ജാഫർ ഹുസൈൻ എന്നിവരും സ്ത്രീകളായ ബാനു നസ്രീന, ഗുസാല എന്നിവരും പിടിയിലായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നതും ജ്യോതി മൽഹോത്രയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഇവരെ ചാരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ് വിവരം. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള മൽഹോത്രയെ ദേശീയ അന്വേഷണ ഏജൻസി, ഇന്റലിജൻസ് ബ്യൂറോ, ഹരിയാന പോലീസ് എന്നിവരടങ്ങുന്ന സംയുക്ത സംഘം ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നിർണായകമായ ഈ വിവരം ലഭിച്ചത്. ഇന്ത്യ ടുഡേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജ്യോതിയുടെ വീഡിയോകളിൽ പലപ്പോഴും കൂടുതൽ കാഴ്ചക്കാർ ഉള്ളതും പാകിസ്ഥാനെക്കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോകൾക്ക് തന്നെയാണ്. ജ്യോതി മൽഹോത്രയുടെ സ്വകാര്യ ഡയറിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവർ ഡയറി എഴുതിയിരുന്നു എന്നാണ് വിവരം. ഗസാല, യമീൻ മുഹമ്മദ് എന്നീ പ്രതികളും പിടിയിലായത് പഞ്ചാബിൽ നിന്നാണ്. പാകിസ്ഥാൻ ഏജന്റുമാർക്ക് പണത്തിന് പകരമായി വിവരങ്ങൾ പങ്കുവച്ചതിനാണ് പഞ്ചാബിലെ മലേർകോട്ട്ലയിൽ നിന്നുള്ള 32 വയസ്സുള്ള വിധവയായ ഗസാലയെയും യമീൻ മുഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ മുൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ജീവനക്കാരായ ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകളിലും വിസ സംബന്ധമായ പ്രവർത്തനങ്ങളിലും സഹകരിച്ച് പ്രവർത്തിച്ചു എന്നാണ് ആരോപണം. ഡാനിഷ് ഇവരെ പതിവായി കണ്ടുമുട്ടാറുണ്ടെന്നാണ് അറസ്റ്റിന് ശേഷം വെളിപ്പെടുത്തിയത്. പഞ്ചാബിലെ പട്യാലയിലെ ഖൽസ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ 25-കാരനായ ദേവേന്ദ്ര സിംഗ് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന് ആരോപിച്ച് ഹരിയാനയിലെ കൈതാലിൽ വെച്ചാണ് അറസ്റ്റിലായത്. പട്യാല സൈനിക കണ്ടോൺമെന്റിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ ISI ഏജന്റുമാരുമായി ഇയാൾ പങ്കുവച്ചതായും പോലീസ് കണ്ടെത്തി. ഇന്ത്യൻ സൈന്യത്തെയും മറ്റ് സൈനിക പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവച്ചെന്നാരോപിച്ചാണ് ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം നൂഹിൽ നിന്നുള്ള 26-കാരനായ അർമാനെയും പിടികൂടിയത്. ഇയാളുടെ ഫോണിൽ നിന്ന് പാകിസ്ഥാൻ നമ്പറുകളിലേക്ക് അയച്ച സംഭാഷണങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അർമാൻ വാട്സപ്പ് വഴി പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നതായി പോലീസ് പറയുന്നു. ചാരവൃത്തി ആരോപിച്ച് നൂഹിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന 2ാമത്തെ വ്യക്തിയായിരുന്നു താരിഫ്. ചോദ്യം ചെയ്യലിൽ പാകിസ്ഥാൻ എംബസിയിലെ 2 വ്യക്തികളുമായി താൻ ബന്ധപ്പെട്ടിരുന്നുവെന്നും അവർ തനിക്ക് സിം കാർഡുകൾ നൽകിയിരുന്നതായി ഇയാൾ വെളിപ്പെടുത്തി. ഉത്തർപ്രദേശിൽ നിന്നുള്ള നൗമാൻ ഇലാഹി എന്ന പ്രതിയായിരുന്നു മറ്റൊരാൾ. ഫാക്ടറിയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന ഇയാൾ പാകിസ്ഥാന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറ്റം ചെയ്തുവെന്നാണ് ആരോപണം. ഉത്തർപ്രദേശിലെ കൈരാനയിൽ താമസിക്കുന്ന ഇലാഹി പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇയാളുടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം ചാരവൃത്തി ഗുരുതര കുറ്റമായതിനാൽ എന്താകും ഇനി ഈ ചാരവൃത്തിയിൽ ഏർപ്പെട്ടവർക്കുള്ള ശിക്ഷ? 1932 ഇന്ത്യൻ ഔദ്യോഗിക രഹസ്യ നിയമ സെക്ഷൻ 3(5), ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 182 എന്നിവ പ്രകാരമാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് ലംഘനങ്ങൾക്ക് 3 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഒരു ഗ്രൂപ്പിനെയോ രാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യമായ വിവരങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയമോ സൈനികമായ ആവശ്യങ്ങൾക്കായി ശേഖരിക്കുന്ന പ്രവൃത്തി ചാരവൃത്തിയായി കണക്കാക്കപ്പെടുന്നു. രഹസ്യമായതോ സെൻസിറ്റീവായതോ ആയ വിവരങ്ങൾ ഒരു വിദേശ രാജ്യത്തിന് കൈമാറുന്നതും പലപ്പോഴും ഇതിൽ ഉൾപ്പെടുന്നു. രഹസ്യ റിപ്പോർട്ടുകൾ, സർക്കാർ പദ്ധതികൾ, പ്രതിരോധ തന്ത്രങ്ങൾ, ശാസ്ത്രീയ പുരോഗതി എന്നിവ ചാരവൃത്തിയിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ്. ഏതെങ്കിലും പദ്ധതിയുടെ മാതൃക അല്ലെങ്കിൽ കോഡുകളുടെയോ പാസ്വേഡുകളുടെ രൂപത്തിൽ ശത്രുവിനോട് ആശയവിനിമയം നടത്തുന്നതെല്ലാം ഇത്തരത്തിൽ ചാരവൃത്തിയിൽ ഉൾപ്പെടുന്ന കുറ്റങ്ങളാണ്. നിയമപ്രകാരം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ ആ പ്രവൃത്തി മനഃപൂർവ്വമല്ലെങ്കിലും സംസ്ഥാനത്തിന്റെ സുരക്ഷയെ അപകടപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ലെങ്കിലും പോലും കുറ്റം ചുമത്താം. സെക്ഷൻ 3 പ്രകാരം പ്രതിരോധ സ്ഥാപനങ്ങൾ, ആയുധപ്പുരകൾ അല്ലെങ്കിൽ സൈനിക കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണെങ്കിൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാം. മറ്റ് കേസുകളിൽ തടവ് 3 വർഷം വരെയാകാം. സെക്ഷൻ 5 പ്രകാരം ശിക്ഷയിൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഉൾപ്പെട്ട ശിക്ഷ ലഭിക്കാം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 182 പ്രകാരം ജീവപര്യന്തം തടവോ 7 വർഷം വരെ തടവോ പിഴയോ ഉൾപ്പെടുന്നതാണ് ശിക്ഷ. റോ, IB തുടങ്ങിയ ഏജൻസികൾക്കാണ് ചാരവൃത്തി പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതും തടയുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സംശയാസ്പദമായി ഒരു ചാരനെ പിടികൂടിയാൽ ഏജൻസികൾ ഇവരെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. തുടർന്ന് കേസ് കോടതിക്ക് കൈമാറും. തുടർന്ന് സ്വീകരിക്കുന്ന നിയമ നടപടികൾ പ്രകാരമാണ് ആ വ്യക്തിയെ വിചാരണ ചെയ്യുക. തന്ത്രപ്രധാനമായ പ്രതിരോധ കേന്ദ്രങ്ങളിലും സൈനിക സ്ഥാപനങ്ങളിലും ചാരപ്പണി നടത്തിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്.